ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു ചെറിയ ട്രിപ്പ് പോകാമെന്ന് വെച്ചു. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മളിന്ന് ഒറ്റയ്ക്കല്ല പോകുന്നത്, ഇത്രയും പേരുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അവനി ബെട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതൊരു ഹിൽ ടോപ്പാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ മടിവാളയാണ്. ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം 99 കിലോമീറ്ററാണുള്ളത്. നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ വീഡിയോ അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ പോകുന്ന വഴിക്കുള്ള നല്ല കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള നല്ല അടിപൊളി കാഴ്ചകളായിട്ട് വീഡിയോ നമുക്ക് അടിപൊളിയാക്കാം. പിന്നെ പോവാലേ? ഓക്കെ. ഇപ്പൊ സമയം ഏകദേശം പുലർച്ചെ 4 മണിയാവാനായി. പുലർച്ചെ 4 മണിക്കുള്ള ബാംഗ്ലൂർ ബ്ലോക്കാണിത്. ഇവിടെ സ്ഥലം ഒന്നും അറിയില്ല. നമ്മൾ 3:30ക്കാണ് ഇറങ്ങിയത്. അപ്പോൾ കുറച്ചുകൂടി സംഭവം ഒന്നും അറിയില്ല. മെട്രോന്റെ പണി നടക്കുന്ന കാരണം തോന്നുന്നു. എന്നാലും 2 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ 44 കിലോമീറ്റർ ഓടി. ഇനി ഒരു 53 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഹൈവേയുടെ ഏതോ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. കോളാർ എത്താനായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി സൈഡാക്കിയാണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. വണ്ടിയുടെ ലൈറ്റിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ഉണ്ടാവില്ല, വെളിച്ചമൊന്നുമില്ല, സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. 3:45 നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ 4:30 ആയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തുന്ന വിചാരിക്കുന്നത്. ഇപ്പോൾ നല്ല ഇരുട്ടാണ്, അതാണ് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. ഇപ്പോൾ നോക്കി നല്ല വിഷ്വൽസ് കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാം. എന്തായാലും പോവാം. ഇപ്പോൾ നമ്മളിപ്പോൾ കോളാർ ഹൈവേയിലാണുള്ളത്. ഇനി ഒരു 23 കിലോമീറ്റർ ആണ് ഇവിടുന്ന്. വണ്ടിയുണ്ട്. ഇതുവരെ വെളിച്ചം വന്നിട്ടില്ല, സമയമായിട്ടില്ല. അപ്പോൾ വെളിച്ചം വന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി ആകെ കൺഫ്യൂഷൻ ആയിട്ടാണുള്ളത്. 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് സ്ഥലം പിടിക്കാം. 23 കിലോമീറ്റർ ആണുള്ളത്. അങ്ങനെ ഇപ്പോൾ സമയം 5:30. നമ്മൾ ഹൈവേ എന്ന് മാറി ഒരു ചെറിയൊരു നാട്ടിൻ പ്രദേശത്തൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഗൂഗിൾ അമ്മച്ചി ചതിച്ചു. അങ്ങനെ ആകെ കൺഫ്യൂഷനായി. വണ്ടികളൊക്കെ ഫ്രണ്ടിലാണുള്ളത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഈ ക്ലൈമാറ്റ് കണ്ടിട്ട് നിർത്തിയതാണ്. നമ്മളിപ്പോൾ 2 വണ്ടി ഇവിടെ ഉണ്ട്. നല്ല തണുപ്പാണ്. വരുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂസ് ഉണ്ടായിരുന്നു. സൈഡിലൊക്കെ ആയിട്ട് മറ്റേ മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നൈറ്റ് ആയതുകൊണ്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് വിടാം. അങ്ങനെ നമ്മളിപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട്. ഓഫ് റോഡാണ് ഫുള്ള്. പാരറ്റ് റോഡൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫുള്ള് കട്ട് റോഡാണ്, ഓഫ് റോഡ്, പക്ക ഓഫ് റോഡ്. എനിക്ക് തോന്നുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇന്നേ ടാർ ചെയ്ത റോഡായിരുന്നു തോന്നുന്നു. ഏകദേശം നമ്മൾ സ്ഥലത്തെത്താനായിട്ടുണ്ട്. 10ന്റെ അടുത്ത് കിലോമീറ്റർ ഉള്ളു എത്താൻ. ആ റൂട്ട് തെറ്റിയതാണ് ആകെ കൺഫ്യൂഷനായത്. ഇപ്പോൾ അവിടെ പോയിട്ട് സൺറൈസ് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഈ റോഡിൽ നിന്നൊന്നും തീരുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഓഫ് റോഡ് കഴിഞ്ഞ് ചെറിയൊരു ടാറിട്ട റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ക നാട്ടിൻ പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് കർണാടകയുടെ ഏതോ ഉൾനാട്ടിലാണ് നമ്മളുള്ളത്. റോഡ് സൈഡിലൊക്കെ പശുവിനൊക്കെ കെട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ വീടുകളുണ്ട്. എന്താ പറയുക, ഗ്രാമം, ഒരു നാട്ടിൻ പ്രദേശത്തിൻ്റെ സ്മെല്ല് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ വെളിച്ചം കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:10. അയ്യോ, ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞതാണ്. ഓഫ് റോഡ് മാലേനോ അങ്ങനത്തെ വണ്ടിയൊക്കെ എടുത്ത് വരണം. അടിച്ച് പൊളിച്ച് ഓഫ് റോഡ് അടിച്ച് പോവാം. നല്ല അടിപൊളി ക്ലൈമറ്റില്ല, നല്ല തണുപ്പുണ്ട്. അയ്യോ, എന്തോ ഓഫ് റോഡ്. വെളിച്ചം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. നാട്ടിൻ പ്രദേശത്തൂടെ നമ്മൾ പിന്നെയും ഇങ്ങനെ പോകുന്നുണ്ട്. ഓഫ് റോഡ് അടിച്ചിട്ട് പോകുന്നുണ്ട്.
സൈഡിലൊക്കെ ചെറിയ ചെറിയ വീടുണ്ട്. നല്ല പൂന്തോട്ടം കണ്ടിട്ട് നിർത്തിയാണ് ഇവിടെ. ഓ, എന്താ ഒരു സ്മെല്ല്! അത് നല്ല രസമുണ്ട്, നല്ല സ്മെല്ലും, രക്ഷയില്ലാത്ത വ്യൂ ഇവിടെ. കൂടെയുള്ളവരൊക്കെ പോയി മുന്നോട്ടെത്തി. നമുക്ക് ഏതായാലും വിടാം. അങ്ങനെ റോഡിൽ നിന്ന് കയറി നമ്മള് ടീമൊക്കെ ഇവിടെ എത്തി. നമ്മള് പിന്നെ റൂട്ട് തെറ്റി അതിൻ്റെ ഉള്ളിൽ കയറി പോയി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് സൈഡിലൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റൂട്ട് തെറ്റി എവിടെ എത്തിപ്പോയി. അപ്പോൾ പോകുന്ന വഴി ശരിയാന്ന് തോന്നുന്നു. ഫൈനലി നമ്മളിവിടെ എത്തി. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഫൈനലി നമ്മൾ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഉള്ളൊരു വ്യൂ കാണിച്ചു തരാം. നോക്കിയേ, കുറേ പാറക്കല്ലുകൾ. അതിന് മേലെ നോക്കിയേ, എന്താ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. പിന്നെ ഇവിടെ താഴെയായിട്ട് ഒരു കുളം. എന്നാലും നമുക്ക് മേലോട്ട് പോയി നോക്കാം. വണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു. നമ്മളെ ബാക്കി വണ്ടികളൊക്കെ മുന്നിലാണുള്ളത്. എന്നാ പോവല്ലേ? ഇവിടെ വലിയൊരു പാറയുണ്ട്. വണ്ടികളൊക്കെ ഇതിലെ ഓഫ് റോഡ് കയറിപ്പോയി. നമുക്ക് മെല്ലെ നടന്നു നോക്കാം. നല്ല ക്ലൈമാറ്റുമാണ്, അടിപൊളി വ്യൂ ആണ്. ഞാനൊരു വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടാ, സൺറൈസ്. നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് മേലോട്ടേക്ക് കയറാനാണ് ഇപ്പോൾ പരിപാടി. ഇവിടെ സേഫാന്ന് തോന്നുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നൊരു അണ്ണനുണ്ട് ഇവിടെ. ഇവിടെ ഈ വ്യൂ ആണെങ്കിൽ മേലെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സേഫ് അല്ല എന്ന് മറ്റേ അണ്ണൻ പറഞ്ഞു. കാരണം ലോക്കൽസ് പിള്ളേരൊക്കെ വന്നിട്ട് വണ്ടി താഴേക്ക് തള്ളിയിടാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി താഴോട്ട് ഇറക്കാൻ പോവാണ്.
ഇനിയിപ്പോൾ താഴെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം മേലോട്ട് പോകാൻ. വെറുതെ റിസ്ക് എടുക്കണ്ട. നമ്മുടെ അണ്ണൻ സഹായിച്ചുകൊണ്ട് വണ്ടിയൊക്കെ സേഫായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ല, അതിലല്ല പോകേണ്ടത്. ശരിക്കും ഇവിടെ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് മേലോട്ട് പോകുന്നത്. അണ്ണൻ ഗൈഡ് വേണമെന്ന് വെച്ചിരുന്നു. മേലെ എന്തോ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഗൈഡ് വിളിച്ചിട്ട് പൈസ കളണ്ട. എന്താ ചെയ്ത് നോക്കി. അത് നമുക്കിത് ഏതായാലും നടന്ന് കയറാം. പോകാം. പിന്നെന്താ പറയുക വെച്ചാൽ ഇവിടെ വരാൻ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രീ എൻട്രി ആണ്. 24 hours ഓപ്പൺ ആണെന്നാണ് ഗൂഗിൾ സെർച്ച് ഇപ്പോൾ കണ്ടത്. പിന്നെ വരുമ്പോൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ബേക്കിൽ കണ്ടില്ലേ, ഇത് ഫുള്ള് നടന്ന് കയറണം നമ്മൾ. എന്നാലും നമുക്ക് നടന്ന് കയറാം, എക്സ്പീരിയൻസ് ആവുമല്ലോ. നമ്മളെ ടീം കയറാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പോവാം. അപ്പോൾ നമ്മൾ കയറാൻ തുടങ്ങി. അയ്യോ, എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ കയറും, അതാണ്. ഇത്ര സ്റ്റെപ്പായി കയറിയിട്ടുള്ളൂ, ഇനി ഒരുപാട് കയറാനുണ്ട്. അവരൊക്കെ മേലെ എത്തി. ഇപ്പം തന്നെ കിടക്കാൻ തുടങ്ങി. അയ്യോ, ഇത് നോക്കി ഫ്രെയിം വെറുതെ. രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. താഴെ കുറേ വയലും ചെറിയ കുളവും ഇവിടെ കുറേ വീടുകൾ. മൊത്തത്തിൽ അടിപൊളിയാണ്. അത് നമുക്ക് കയറാം. പാറ ഇങ്ങനെ കൊത്തിയിട്ടാണ് ഇവിടെ സ്റ്റെപ്പാക്കിയത്. കണ്ടാ, ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ. പക്ഷെ ഇവിടെയൊക്കെ കരിങ്കല്ല് കൊണ്ടിട്ടാണ് ഇത്. ആ താഴെ കാണില്ല, അവിടെ തൊട്ട് ഇവിടെ വരെ പാറ ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്. എന്നാലും മുന്നിൽ പോയാൽ പിടിക്കണം, എന്നിട്ടാണ്. ഓ, അതൊക്കെ ഇവിടെ ഒരു കോറിയിൽ പണിയെടുക്കുന്നുണ്ട്. കിതച്ചിട്ടാണെന്ന് വിചാരിക്കണ്ട. ഇവിടെ ഒരു കൊടിയുണ്ട്. കുറച്ച് പേര് കിട്ടി, ബാക്കിയുള്ളവർക്ക് കൂടെ പിടിക്കണം. ഓക്കെ, ഇതുണ്ട് ഒരു വലിയ പാറ. ചെറിയ പാറൻ്റെ മേലെ ചാരി വെച്ചേക്കുന്ന ഇവിടെയുണ്ട്. ഇതെവിടെ ചെറിയ അമ്പലമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് കണ്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയ കവാടമുണ്ട്, അങ്ങോട്ട് വരെ നോക്കാം. ഈ മലേൻ്റെ മുകളിലായിട്ട് ചെറിയ കുളം. ആ മല കയറി ഒന്ന് ക്ഷീണിച്ചാണ്. കുടിച്ചോട്ടെ. ഇതാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വ്യൂ. നേരത്തെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പാറക്കല്ലിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള എല്ലാം പറഞ്ഞില്ലേ, അതുപോലത്തെ സ്ഥലങ്ങളാണ്. എവിടെ നോക്കിയാൽ രക്ഷയില്ല. എന്താടാ ഇതിലെ ടോപ്പിലായിട്ടൊരു അമ്പലം കണ്ട, അടിപൊളി. കുറേ
പേര് മുന്നിൽ പോയി വിളിക്കുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മേലെത്തി. ഇത് നോക്കിയാൽ അതിൻ്റെ പാറേൻ്റെ ഇടക്കൂടെ സൂര്യൻ ഇത് ഫ്രെയിം. ഇത് നോക്കിയാൽ എന്താ പറയണ്ട, ഒരു പാത്രം വെച്ച പോലെ ഉണ്ട്. അതിൻ്റെ താഴെയായിട്ടൊരു കുളമല്ല, എന്താ പറയണ്ട, ചെറിയ വെള്ളക്കെട്ട്. ഇനി ഒരുപാട് നടക്കാനുണ്ട് നമുക്ക്. എങ്ങോട്ട് നോക്കിയാലും പാറ മാത്രം. കുറച്ച് പേര് താഴെ ഉണ്ട്, കുറച്ച് പേര് മേലെ ഉണ്ട്. ഞാൻ സെൻട്രലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഇതേ മേലൊക്കെ പോയി, അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയി. ഇനി മെല്ലെ താഴോട്ട് ഇറങ്ങുകയാണ്. വെയിൽ വന്നു. ഇതൊക്കെ ഞങ്ങൾ പാറക്കല്ലുകളിങ്ങനെ അട്ടിയിട്ടിട്ട് നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ കളിക്കാറുണ്ടായിരുന്നില്ല, അതുപോലെ. എന്താടാ ഇത്? ഇവിടെ അമ്പലത്തിൻ്റെ എന്തോ ആചാരമാണെന്നാണ് തോന്നുന്നത്. മേലെ 2 അമ്പലമുണ്ട്. നമ്മളവിടെയൊക്കെ പോയി. അവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും പറയാനില്ല. എന്നാലും സംഭവം കാണാൻ മുതലാവുന്ന പ്ലേസാണ്. ബാംഗ്ലൂരിലുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് കാണാം. നമ്മൾ കയറിയത് 6:30ക്കാണ്. പക്ഷേ ആ ടൈമിൽ ഇവിടെ ആൾക്കാരൊന്നും അങ്ങനെ കയറുന്നുണ്ട് ആരും ഉണ്ടായില്ല. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ആൾക്കാരൊക്കെ വരുന്ന കാണുന്നുണ്ട്. അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാരായിരിക്കും, അറിയില്ല. അങ്ങനെ അവസാനം നമ്മൾ താഴെ എത്തി. പിന്നെന്താ പറയുക, അടിപൊളി സ്ഥലമാണ്, വന്ന് വിസിറ്റ് ചെയ്യുക. എല്ലാവരും തിരിച്ചു പോകാൻ വേണ്ടി റെഡിയാവാണ്. ഹാപ്പി. ഇപ്പോൾ വെയിൽ തുടങ്ങി, നല്ല ചൂടാണ്. സമയം 8 മണിയായി. എല്ലാവരും ഇവിടെ റെഡിയാവുന്നുണ്ട്. വെള്ളവും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.